ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ നടൻ ദുൽഖർ സൽമാനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു. കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ ഇന്നലെ 4 മണിക്കൂറാണ് ദുൽഖറിനെ ചോദ്യം ചെയ്തത്. ദുൽഖറിന്റെ 4 കാറുകൾ കസ്റ്റംസ് നേരത്തെ പിടിച്ചെടുത്തിരുന്നു. ജോയ് മോൻ ജോസുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ജോയ്, വിവരങ്ങൾ പറയാം. സോന, ഓപ്പറേഷൻ ദുംകൂറിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വ്യാപകമായ പരിശോധനകളും അതുപോലെ തന്നെ റെയ്ഡുകളും നടത്തിയിരുന്നു. ഈ റെയ്ഡിന്റെ പശ്ചാത്തലത്തിൽ വിവിധ വാഹനങ്ങൾ, അതായത് ഭൂട്ടാനിൽ നിന്ന് നിരവധി വാഹനങ്ങൾ അനധികൃതമായി കേരളം ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വലിയ രീതിയിൽ കേരളത്തിലേക്ക് എത്തിക്കുകയും അതായത് ഇതിന്റെ നികുതി അടയ്ക്കാണ്ട് ഈ വാഹനങ്ങൾ കൊണ്ടുവന്നു എന്നൊരു കണ്ടെത്തലിന് പിന്നാലെയായിരുന്നു കസ്റ്റംസിന്റെ പരിശോധന. ഈ പരിശോധനയുടെ ഭാഗമായി സിനിമാ മേഖലയിലടക്കം നിരവധി പേരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയുണ്ടായി. അതിന്റെ കൂട്ടത്തിൽ തന്നെയാലും സിനിമാ നടൻ ദുൽഖർ സൽമാന്റെ 4 വാഹനങ്ങൾ കസ്റ്റംസ് നേരത്തെ പിടിച്ചെടുത്തിരുന്നു. അതിൽ ഒരു വ്യക്തത തേടിയായിരുന്നു ഇന്നലെ കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യൽ. ഇന്നലെ നടനെ കൊച്ചിയിലുള്ള കസ്റ്റംസിന്റെ ഓഫീസിൽ എത്തിച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ഏകദേശം 4 മണിക്കൂറിലധികം ചോദ്യം ചെയ്യൽ നീണ്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇവർ പ്രധാനമായും കസ്റ്റംസിന് വ്യക്തത വരേണ്ട കാര്യം ഈ വാഹനങ്ങളുടെ നികുതി അടച്ചിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ദുൽഖറിന്റെ പിടിച്ചെടുത്തത്. 4 വാഹനങ്ങളായിരുന്നു ഓപ്പറേഷൻ ദുംകൂറിന്റെ ഭാഗമായി ദുൽഖറിന്റെ വാഹനങ്ങൾ പിടിച്ചെടുത്തത്. അപ്പോൾ ഈ 4 വാഹനങ്ങൾ എങ്ങനെ ഈ കേരളത്തിൽ എത്തിച്ചു, അതിൽ നികുതി അടച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലായിരുന്നു ഈ വിശദമായ ചോദ്യം ചെയ്യൽ. എന്തായാലും ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ വിശദീകരണങ്ങൾ കസ്റ്റംസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും നമുക്കറിയാം, മുൻപും ഇത്തരത്തിൽ നോട്ടീസ് അയച്ചിരുന്നു. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് പലർക്കും നോട്ടീസ് അയക്കുകയും സിനിമാ മേഖലയടക്കം പലരെയും ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ദുൽഖറിനെ ഇന്നലെ കസ്റ്റംസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും പിന്നാലെ ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തത്. നമുക്കറിയാം, പ്രധാനമായും ഈ നികുതി അടയ്ക്കാണ്ട് എത്തുന്ന വാഹനങ്ങളിൽ ഒരു സ്ഥിരതയില്ലായിരുന്നു. അതായത് കൃത്യമായ ഒരു കണക്കില്ലായിരുന്നു. എത്രത്തോളം നികുതി അടച്ചിരുന്നു, അല്ലെങ്കിൽ നികുതി അടയ്ക്കാൻ ഈ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് എങ്ങനെ ഇവിടെ എത്തിച്ചു, അത് രജിസ്ട്രേഷൻ എങ്ങനെ നടത്തി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യാപകമായ പരിശോധനകൾ കസ്റ്റംസിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമായിരുന്നു ഇന്നലെയും ദുൽഖറിനെ വിളിച്ച് കസ്റ്റംസ് ചോദ്യം ചെയ്തത്. അപ്പോൾ ഈ വിശദീകരണം, അല്ലെങ്കിൽ എന്താണ് ചോദ്യം ചെയ്യലിന്റെ ഭാഗം, അല്ലെങ്കിൽ അതിനുശേഷം ഔദ്യോഗികമായ ഒരു വിശദീകരണം നടന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കസ്റ്റംസിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. എന്തായാലും നമുക്ക് അറിയാവുന്ന വിവരങ്ങൾ വെച്ച്, അല്ലെങ്കിൽ ലഭ്യമായ വിവരങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രധാനമായും ഈ പിടിച്ചെടുത്ത 4 വാഹനങ്ങൾ ഈ ഭൂട്ടാൻ വാഹനക്കടത്ത് വഴി എത്തിയതാണ് എന്നതാണ് കസ്റ്റംസ് സംശയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ഥിരീകരണം, അല്ലെങ്കിൽ ആ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലത്തെ ചോദ്യം ചെയ്യൽ. എന്തായാലും നിലവിൽ 4 മണിക്കൂറിലധികം ചോദ്യം ചെയ്തിരുന്നു ഈ നടനെ. അതിനുശേഷം വിട്ടയക്കുകയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ബാക്കി നടപടികൾ കസ്റ്റംസിൻ്റെ ഭാഗത്തുനിന്ന് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങൾ ഉണ്ടാകും. എന്തായാലും നമുക്കറിയാം, വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച അല്ലെങ്കിൽ വിവാദമായ ഒരു വാഹനക്കടത്ത് കേസായിരുന്നു ഈ ഭൂട്ടാൻ വാഹനക്കടത്ത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ ദുംകൂറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ നിരവധി ആളുകളിലേക്ക് ഈ അന്വേഷണം നീളുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിലും ഈ അന്വേഷണം അല്ലെങ്കിൽ ഈ കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികൾ ഉണ്ടാകും എന്നൊരു വാർത്ത അല്ലെങ്കിൽ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സോന. ശരി, ജോയ് മോൻ ജോസാണ് കൊച്ചിയിൽ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.